കണ്ടന്റ് എന്ന് പറയുന്നത് രേണു സുധിയെ എന്ന് പറഞ്ഞ ആളുടെ വ്യക്തി ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഇതിപ്പോ കൊല്ലം സുധി മരിച്ചതിന് ശേഷമാണെങ്കിൽ ഒരു പെർഫ്യൂമിന്റെ വിഷയമാണെങ്കിൽ, അല്ലെങ്കിൽ കൊല്ലം സുധിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ പരാമർശനങ്ങൾ ആണെങ്കിൽ വല്ലാതെ വ്യക്തി ജീവിതം ഇതിനകത്ത് അങ്ങോട്ട് ട്രെൻഡിങ് ആവുകയാണ്. പക്ഷെ ട്രെൻഡിങ് ആവുന്ന വ്യക്തി ജീവിതത്തിന് ഒരു സ്വകാര്യത ശരിക്കും നഷ്ടപ്പെടുവാണ്. അതെന്താണ് എനിക്ക് മാത്രമുള്ള എന്റെ ഒരു കണ്ടന്റ് എടുത്തിട്ട് സ്വകാര്യ ജീവിതത്തെ കീറി മുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, അതും ഞാൻ നേരത്തെ പറഞ്ഞ ആ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. വരുന്ന വരട്ടെ, എന്തായാലും രേണു സുധി സൂയിസൈഡ് ചെയ്യത്തില്ല. ഇനിയിപ്പം തല പോകുന്ന ആരോപണങ്ങൾ വന്നാലും എനിക്കുള്ളിൽ ഇനി എന്തൊക്കെ കീറി മുറിച്ച് രഹസ്യങ്ങളാകട്ടെ, നമുക്കൊരു പ്രൈവസി ഇല്ല സത്യം പറഞ്ഞാൽ. നമ്മുടെ വ്യക്തി ജീവിതത്തെ കീറി മുറിച്ച് അതിൽ നിന്ന് എടുത്തിട്ടാണ് ഈ കിടന്ന് ട്രോളന്മാരാണേലും അല്ലെങ്കിൽ ചിലവരെ ഉള്ളു കേട്ടോ, അവരെടുത്തിട്ട് പെരുമാറും. പക്ഷെ നമുക്ക് അതും ഒരു നിസ്സാരസ്ഥ. ഞാനത് പോട്ടെ, എന്തേലും ആട്ടെ. ഞാൻ എന്നോട് തന്നെ രേണു സുധി മരിക്കത്തില്ല, മരിക്കില്ല, ഞാൻ തല പോലെ ഞാൻ മരിക്കത്തില്ല, ഞാൻ തല്ലിക്കൊല്ലണം അല്ലെങ്കിൽ മരിക്കൂല. കാരണം പഠിച്ചു കഴിഞ്ഞ ജീവിതം ഇനി അങ്ങനെ തന്നെ മുന്നിൽ. ഇനി എത്ര നാൾ ഈ ട്രെൻഡിങ് കാണുമെന്നും എനിക്കറിയില്ല. നാളെ എടുത്തിട്ട് താഴെ ഇടാം, സോഷ്യൽ മീഡിയ തന്നെ എന്നെ എടുത്ത് താഴെ ഇടാം. എങ്കിൽ പോലും രേണു സുധി ഒരു ഇഞ്ച് പോലും താഴത്തില്ല. കാരണം താഴത്തില്ലെന്ന് പറഞ്ഞാൽ ഡൗൺ ആകത്തില്ല. കാരണം എനിക്ക് ഹൈപ്പിൽ കയറണമെന്ന് പറഞ്ഞ് വന്ന വ്യക്തിയല്ല. ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ഒഴുക്കിനനുസരിച്ച് കയറിയതാണ്. ആ ഒഴുക്കിനി താഴോട്ടാണെങ്കിൽ താഴോട്ട്, ഇനി ഉന്നതങ്ങളിലേക്കാണെങ്കിൽ ഉന്നതങ്ങളിലേക്ക്, രണ്ടും രേണു സുധി സ്വീകരിക്കും.